27 കഴിഞ്ഞു എന്ന് പറയുന്നപ്പോൾ ആൾക്കാർ ചോദിക്കുന്നു അണ്ടർ ഏജ് അല്ലേ, അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ ഒരു പൂജ അമലിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. അത് ഞാൻ പിന്നീടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കുറേ സോഷ്യൽ മീഡിയ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരെ കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. ഉറപ്പായിട്ടും നമ്മൾക്ക് സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യും. പക്ഷേ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ സൈഡും പറയണ്ടേ. നമ്മൾ ഒരാളുടെ മാത്രം പക്ഷം പിടിച്ചിട്ട് പറയുമ്പോഴത്തേക്കുമാണ് എനിക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോൾ ഈ പൂജയുടെ അമലിൻ്റെ വീട് ഇന്നലെ ഞാൻ പിന്നെയും ഈ ഒരു ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞ ഈ ഒരു പുള്ളി എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പുള്ളിയുടെ വീഡിയോ റിയാക്ഷൻ ഫുള്ള് കണ്ട്. അപ്പോൾ അതിൽ എവിടെയും ഇവർ ഈ ഒരു കുട്ടികൾ അനുഭവിച്ച ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവർ ആ ഒരു സമയത്ത് കടന്നുപോയതിലൂടെയുള്ളൊരു പീഡനങ്ങൾ അതൊന്നും മനസ്സിലാക്കാനാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞാൻ ഇയാളുടെ ഈ ഒരു റിയാക്ഷൻ കണ്ടതിന് ശേഷം ഞാൻ അതിൽ പോയിട്ട് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ കുട്ടികളുടെ സൈഡിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പയ്യനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ പൂജ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പാരൻസോടെ കേസ് കൊടുത്തിട്ട് ഈ അമലിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള സംഭവം ഞാൻ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് ഈ ഗോപ്രോ മച്ചാൻ വന്നിട്ട് എനിക്ക് റിപ്ലൈ ഇട്ടത്, തെളിവ് എവിഡൻസോടെ കൂടി തന്നെ അതിൻ്റെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തു. മസ്താനിയുടെ ഒരു വീഡിയോയിൽ, ഇൻ്റർവ്യൂവിൽ ഈ അമലും പൂജ തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഈ കാര്യം വീട്ടിലറിഞ്ഞപ്പോഴത്തേക്കും ഈ പൂജനെ അച്ഛൻ കുറെ ഉപദ്രവിച്ചു എന്നുള്ളതും, അതുപോലെ തന്നെ പിന്നീട് അമലിനെ ഒരു കേസ് കൊടുത്തിട്ട് റിമാൻഡ് ചെയ്തൊരു 28 ദിവസത്തോളം റിമാൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അതേ കൊടുത്തു ഞങ്ങളുടെ വീട്ടുകാരെല്ലാം വന്ന് അങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങി വരുമ്പോ പോലീസുകാര് അങ്ങനെ പിന്നെ അവര് എന്നെ പിടിച്ച് ഒരു 25 ദിവസം റിമാൻഡ് ഒക്കെ ചെയ്തു. അയ്യോ. അപ്പോൾ പുള്ളി അതൊന്നും അറിയാണ്ടാണ് ഇവിടെ കിടന്നിട്ട് ഈ ഒരു വായത്തള്ള അടിക്കണം. മനസ്സിലായി? നമ്മൾ പറയുമ്പോഴത്തേക്കും എല്ലാ സൈഡും പറഞ്ഞല്ലോ. ഇവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഇവരെ ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇത്രയും നേരത്തെ അവരെ വിളിച്ചോടാനുണ്ടായ സാഹചര്യം ഒരുക്കി കൊടുത്ത ആൾക്കാരെയും കൂടി നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കണ്ണടച്ചിട്ട് അച്ഛനമ്മയും പിള്ളേരെ വളർത്തി മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഒറ്റയ്ക്ക് നിന്നെ കൊണ്ടാകാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു പെണ്ണിനെ കെട്ടി ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? എന്ത് പാടുള്ള കാര്യമാണ്. ഇല്ല, വെറുതെ ഒന്ന് കളിയാക്കാൻ. അപ്പം ഒന്നുമില്ല. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയും. നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് എന്നുള്ളത് മുഖത്തേക്ക് വരുന്നൊരു സിറ്റുവേഷനാണ്. അത് വെറും പൊട്ടത്തരമാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? അത് എവിടെയാണ് ആ ഒരു സംഭവം എഴുതി വെച്ചിട്ടുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോടതിയിലുള്ള ഈ ജഡ്ജിമാർക്കും വക്കീലുമാർക്കും മുഖത്ത് നോക്കിയിട്ട് ഒരാളെ വിധിച്ചാൽ പോരെ? എന്തിനാണ് ഇത്രയും അന്വേഷിക്കുന്നത്? എത്ര പകൽമാന്യന്മാരാണ് ഇവിടെ ഓരോ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്? ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ ആ പെൺകുട്ടിയുടെ മുഖത്ത് കണ്ടിട്ടുള്ളത്, എൻ്റെ പൊന്നു മോനെ, ഈ ഒരൊറ്റ സംസാരത്തിൽ തന്നെ നിൻ്റെ മെച്യൂരിറ്റിയും ആ പെൺകുട്ടിയുടെ അവസ്ഥയും വളരെ ക്ലിയറായിട്ട് മനസ്സിലായി. മാമന് മനസ്സിലായി. ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഞാൻ ഒരു മാമൻ റോളിലായിരുന്നു ഞാൻ ഇവരുടെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് റിയാക്ട് ചെയ്തത്. നിങ്ങളെൻ്റെ വീഡിയോ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. ഇവർ പിരിയണമെന്നോ ഇവർ നശിച്ചു പോകണമെന്നോ ഇവർ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഇവർ പിരിയണമെന്നോ അല്ലെങ്കിൽ ഇവർ നശിച്ചു പോകണമെന്നോ കുളമാകണമെന്നോ ഉള്ള ആഗ്രഹമൊന്നും ഇല്ല. നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾ ഇതേപോലെ ഈ പിള്ളേരുടെ അടുത്ത് വലിച്ചു കീറി ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട്. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പക്ഷം കൂടി പറയാം, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും അവരെ ഈ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട് അവരുടെ പാരൻസിൻ്റെ തെറ്റും കൂടി ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമുണ്ട്. ലവ് മാരേജിനെതിരല്ല, പക്ഷേ വീട്ടുകാരെ ധിക്കരിച്ച് കല്യാണം കഴിക്കുന്നതിൽ ഒരിക്കലും ഒപ്പം കൂടാൻ പറ്റില്ല. വോട്ട് എവർ ബി ദ റീസൺ. എന്തോ എനിക്കങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ പ്രേമത്തിനെതിരല്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരുപക്ഷെ എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം, 8 വർഷം സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. 8 വർഷം. ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നി, എൻ്റെ വൈഫ് വിധുവിനോട് ഇഷ്ടം തോന്നി, അവളെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി, 2 വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി സ്നേഹിച്ച് പിന്നെ പഠനവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ചത്. എൻ്റെ മാരേജ് ലവ് മാരേജ് ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ഇപ്പം നിങ്ങൾ ഒരു ലവ് മാരേജ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പൂർണ്ണ സമ്മതമുണ്ട് മാരേജ് ചെയ്യാണ്ട്, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒട്ടും സമ്മതിക്കില്ല. നിങ്ങളുടെ വീട്ടിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ പാരൻസ് ആയിക്കോട്ടെ അടങ്ങി നിൽക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എന്തൊക്കെ പറഞ്ഞാൽ സമ്മതിക്കുന്ന പ്രശ്നമില്ല, തല പോലെ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ഡിസിഷൻ എടുക്കും? നിങ്ങളൊന്നെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ വിട്ടിട്ട് നിങ്ങൾ ആ ഒരു പെൺകുട്ടിൻ്റെ അടുത്ത് പോയി ജീവിച്ചിട്ട് അങ്ങനെ ജീവിക്കുമോ? അതല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ്
അങ്ങനെ ഇടയ്ക്ക് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പാരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ലവ് നിങ്ങൾ ഉപേക്ഷിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ കാണുന്ന ആൾക്കാരുടെ ആരെങ്കിലും സൈഡിൽ നിന്നോ എന്തായിരിക്കും നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ചത് രണ്ട് വീട്ടുകാരുടെയും അനുഗ്രഹത്തോടു കൂടി കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് നമ്മളിതിനെതിരല്ല. അത് എന്ന് ഇവരൊക്കെ കുഞ്ഞു കുട്ടികളാവുന്നു, ഇതുപോലത്തെ മക്കളൊക്കെ ചെറിയ ചെറിയ മക്കളാവുന്ന സമയത്ത് ഇത് 10-18 വയസ്സിന് മുന്നേ ഈ കുട്ടിക്ക് പക്വതയും പ്രായമാവാത്ത സമയത്ത് അതിനെ പറഞ്ഞ് പറ്റിച്ചുള്ള 10-22-23-കാരൻ്റെ ഒരു ഇതാണ്. എന്നിട്ട് അവൻ്റെ പറഞ്ഞ് പറ്റിച്ചെന്നൊക്കെ എങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇവിടെ പല ആൾക്കാരും പല ഏജിലുള്ള ആൾക്കാരും തമ്മിൽ അവിടെ എന്താണ് ലവും റിലേഷനൊക്കെ ഉണ്ടാവാറുണ്ട്, മനസ്സിലായില്ലേ? അവിടെ എന്താ പറയുക, പറഞ്ഞ് പറ്റിച്ചെന്നൊക്കെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു പെൺകുട്ടി ആ പയ്യൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയത് 18 വയസ്സായപ്പോഴത്തേക്കാണ് ഇറങ്ങിപ്പോയത്. ലീഗലി മാരേജ് ചെയ്യാനായിട്ടുള്ള പ്രായമാണ് 18 വയസ്സെന്ന് പറയുന്നത്. ഒരു ഇതാണ്. എന്നിട്ട് അവൻ്റെ സംസാരമാണ് ഇവിടെ പെണ്ണ് കെട്ടലാണോ ഏറ്റവും വലിയ, കല്യാണം കഴിക്കലാണോ ഏറ്റവും വലിയ സംഭവം, അതാണ് അതും വിചാരിച്ചിരിക്കും. ഇതിനെയാണ് നമ്മൾ വിമർശിച്ചിട്ടുള്ളൂ. അവിടെ കല്യാണം കഴിക്കലാണ് ഏറ്റവും വലിയ സംഭവം ഒന്നും പുള്ളി പറഞ്ഞിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? അവര് എനിക്ക് തോന്നുന്നു മിക്കവാറും അവർ സ്നേഹിച്ചിട്ടുണ്ടാവുക, പതുക്കെ സ്നേഹിച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ജോലി വാങ്ങിച്ച് അത്യാവശ്യം ഒരു 25 അതൊക്കെ കഴിയുമ്പോഴത്തേക്കും മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞതായിരിക്കും തുടങ്ങിയത്. പക്ഷേ എന്താ പറയുക, അവരുടെ വീട്ടിൽ ഈ സംഭവങ്ങൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അറിയുകയും അതേപോലെ തന്നെ ഈ പെൺകുട്ടിനെ വളരെ ക്രൂരമായിട്ട് വീട്ടിൽ ഉപദ്രവിക്കുകയും പിന്നെ ഈ പയ്യനെ പിടിച്ച് ഒരു കേസ് കൊടുത്തിട്ട് റിമാൻഡ് ചെയ്തു. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി അതേപോലത്തെ ഒരു സ്ട്രഗിളും സഫറേഷനും കൂടി ഒറ്റയ്ക്ക് കടന്നു പോകുമ്പോഴത്തേക്കും അവൾക്ക് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകണമെന്നേ ഉണ്ടായിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ച ആ ഒരു പാരൻസ് നിങ്ങളിങ്ങനെ പറയും. ഇങ്ങനെ ഒരു ലവ് റിലേഷൻ നിങ്ങളുടെ ഈ കാണുന്ന ആൾക്കാരുടെ കുട്ടികൾക്കാണ് ഇതേപോലൊരു ലവ് റിലേഷൻ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ ആരെങ്കിലും വഴിയോ നിങ്ങൾ അറിഞ്ഞു. അപ്പോൾ നിങ്ങളും എന്തായിരിക്കും നിങ്ങളുടെ കുട്ടിയോട് ചെയ്യുന്ന? വീട്ടിൽ വന്ന കുട്ടീനെ പിടിച്ച് അടിക്കോ, അടിച്ച് ഉപദ്രവിച്ച് ദ്രോഹിക്കോ, അല്ലെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമോ? ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാവും, ഈ സമയത്ത് പഠിച്ചാൽ നല്ല ജോലി വാങ്ങിക്കുക, ജോലി വാങ്ങിച്ചിട്ടും ഈ റിലേഷൻ ഇതേപോലെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് പറയും. ഇവിടെ അങ്ങനെയല്ല മിക്ക ആൾക്കാരും പറയുള്ളൂ, ബുദ്ധിയുള്ള അച്ഛന്മാർ അങ്ങനെ പറയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അതൊന്നും പറയാണ്ട് ആ പെൺകുട്ടിയെ പോയി അടിച്ച് ഉപദ്രവിച്ച് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പെൺകുട്ടിക്ക് എന്താ പറയുക, ആ ഒരു സഫോക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു വീർപ്പുമുട്ടൽ അനുഭവിക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഓടിപ്പോവാതല്ലാണ്ട് വേറെ സൊല്യൂഷൻ ഉള്ളത്? അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും സൂസൈഡ് ചെയ്യണമായിരുന്നു? അതായിരുന്നു നിങ്ങൾക്ക് വേണ്ട ആവശ്യം? നമ്മളുടെ ആ ഒരു ഏജിൻ്റെ മനസ്സിലായി, നമ്മളുടെ ആ ഒരു ഏജും അതേപോലെ തന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണലിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത്. അപ്പം അതൊന്നും മനസ്സിലാക്കാണ്ടാണ് ആൾക്കാർ ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. മാതാപിതാക്കളെ മറന്നിട്ടുള്ള ഒരു സംഗതിയും എനിക്ക് പേഴ്സണലി ഞാൻ ഒരു തരി പോലും സപ്പോർട്ട് ചെയ്യില്ല. വാട്ട് എവർ ബി ദ റീസൺ നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടാവുമ്പോൾ പഠിക്കും, അങ്ങനത്തെ ഒന്നുമില്ല. കാരണം അപ്പോൾ ഇതിൽ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വിട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ വളർത്തി വലുതാക്കുന്നത് എന്തിനായിരിക്കും? എന്ത് ലക്ഷ്യം വെച്ചിട്ടായിരിക്കും നിങ്ങൾ വളർത്തി വലുതാക്കുന്നത്? ആ വളർന്ന് വലുതായിട്ട് ജോലി ചെയ്തിട്ട് നല്ലൊരു ജോലി ചെയ്ത് അല്ലെങ്കിൽ വേറെ ഒരു നല്ല വിവാഹം കഴിച്ചിട്ട് നല്ലൊരു കുടുംബജീവിതമായിട്ട് പോകാനായിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തി വലുതാക്കുന്നത്? അതല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു താങ്ങും തണലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ വളർത്തി വലുതാക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടീനെ വളർത്തി വലുതാക്കുന്നത് ഒരു നല്ലൊരു എന്താ പറയുക മനുഷ്യനെ അല്ലെങ്കിൽ നല്ലൊരു പൗരനെ ഈ ഒരു സൊസൈറ്റിയിലേക്ക് കാഴ്ചവെക്കാനായിട്ടാണോ? അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും ഈ ഒരു കുട്ടി പോയി ഇടപെട്ടിട്ട് നല്ല സൊല്യൂഷൻസ് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണോ നിങ്ങളുടെ കുട്ടീനെ വളർത്തി വലുതാക്കുന്നത്? അപ്പോൾ എന്തിനാണ് വളർത്തി വലുതാക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്താൽ കൊള്ളാം. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഒട്ടുമിക്ക പാരൻസും ഇതേപോലത്തെയുള്ള മെൻറ്റാലിറ്റിയുള്ള ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ കുട്ടീനെ വളർത്തി വലുതാക്കുന്നത് അവർക്ക് വയസ്സാകുമ്പോഴത്തേക്കും ഒരു താങ്ങും തണലാൻ വേണ്ടിയിട്ടാണ് അവർ വളർത്തി വലുതാക്കുന്നത്. അല്ലാതെ ആ കുട്ടിക്കൊരു ജീവിതം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിന് ഒരു വ്യക്തിത്വം ഉണ്ടെന്നോ അതിനൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്നോ അതിൻ്റെ ഇഷ്ടങ്ങൾ മാനിക്കാൻ വേണ്ടിയിട്ടല്ല. മിക്ക ആൾക്കാരും വളർത്തി വലുതാക്കി ഡോക്ടറോ എഞ്ചിനീയറൊക്കെ ആക്കിയിട്ട് അവർക്ക് ഒരു 26-27 അല്ലെങ്കിൽ 30 വയസ്സായാൽ പോലും അവരുടെ ലൈഫിൽ ഇടപെട്ടിട്ട് അവർക്ക് വേണ്ട പാർട്ട്ണറിനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡിവോഴ്സ് ആവുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം, മനസ്സിലായില്ലേ? കാരണം അത്രയും പഠിച്ചിട്ട് പോലും ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അവർക്ക് അവരുടെ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ന് എല്ലാ കുടുംബങ്ങളിലും ഒന്നും വന്നിട്ടൊന്നുമില്ല, എത്ര പുരോഗമനം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും. വളർത്തുന്ന കുട്ടികൾ നിങ്ങളുടെ മാത്രം കുട്ടികളല്ല, നിങ്ങൾ വളർത്തുന്നത് പൊതുസമൂഹത്തിന് ഒരു നല്ലൊരു
പൗരൻ ഒരു നല്ലൊരു കുട്ടീനെ പൊതുസമൂഹത്തിന് വേണ്ടി കാഴ്ചവെക്കാനായിട്ടും കൂടുതൽ നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് പൊതുസമൂഹത്തിന് ആ ഒരു കുട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുട്ടിനെ വളർത്തി വലുതാക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വത്തല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആരും അല്ല എന്നാലും ഞാൻ പറയുകയാണ്, അല്ല ആരും അല്ല ഈ പെൺകുട്ടി. ഈ ചെക്കൻ്റെ വർത്തനയൊക്കെ സ്വന്തം റിസ്കിൽ എന്തോ എടോ ഇതാണോ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്? 15ാമത്തെ വയസ്സിലൊരു കുട്ടിയെ സ്നേഹിച്ചിട്ട് അതിനെ കയ്യും കാലവും കാണിച്ചിട്ടും തന്നെ പറയുള്ളൂ. കയ്യും കലാശവും കാണിച്ചിട്ട് 15 വയസ്സുള്ള സമയത്ത് ഒരു കുട്ടീനെ വളച്ചിട്ട് 18 വയസ്സായ ഉടനെ തന്നെ അതിനെ ചാടിച്ച് അതിൻ്റെ വീട്ടുകാരെ മുഴുവൻ അടർത്തിയെടുത്ത് അതിനെ കൊണ്ടുവന്ന് കല്യാണം കഴിക്കുന്നതാണോ? ഇതാണ് ഇവൻ പറയണ മഹത് സാധനം. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു ഏജിലും അല്ലെങ്കിൽ അവൻ ആ ഒരു സമയത്ത് അനുഭവിച്ച പീഡനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് അവൻ്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ആ ഒരു ചെയ്ത ആൾക്കാരെ മാറ്റിയതാണ്. മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും ആ ഒരു ഏജിലുള്ള ആൾക്കാരുടെ മെയിൻ അച്ചീവ്മെന്റ് അതായിരിക്കത്തില്ല. പക്ഷേ ഈ ഒരു ടീനേജ് അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഗേൾ ഫ്രണ്ട്സും റിലേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു റിലേഷൻ വരുമ്പോഴത്തേക്കും രണ്ട് കൂട്ടരുടെ ഫാമിലി ബുദ്ധിപരമായിട്ടുള്ള രീതിയിലുള്ള നീക്കങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അവന് ചിലപ്പോൾ നല്ലൊരു ജോലി കിട്ടിയിട്ട് മാരേജ് ചെയ്യണമെന്നായിരിക്കാം അവൻ്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ ചെന്നപ്പോഴത്തേക്കും അവൻ്റെ ആദ്യത്തെ ഒരു മെൻറ്റാലിറ്റി. അത് പിന്നീട് ഈ തരത്തിലേക്ക് ആക്കിയത് ഈ പൂജയുടെ പാരൻസ് തന്നെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു നാട്ടുകാർ തന്നെയാണ്, ഇതിൽ ഇടപെട്ട ആൾക്കാർ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ല. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൂജനെയും അമലിനെയും വിമർശിക്കുന്നതിലല്ല എൻ്റെ പ്രശ്നം. നിങ്ങൾ വിമർശിച്ചോളൂ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്. പക്ഷേ ഇതിൽ ഈ പാരൻസിൻ്റെ കാര്യം കൂടി, പാരൻസ് ഈ കുട്ടികളോട് ചെയ്ത കാര്യങ്ങളും കൂടി നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഇങ്ങനത്തെ ഒരു കുട്ടി ഇതേപോലെ സാഹചര്യത്തിൽ ആ ഒരു ഏതെങ്കിലും ഒരു പാരൻസിൻ്റെ കുട്ടി ഇതേപോലെ റിലേഷനിലാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ വീട്ടിലിട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആ കുട്ടികൾ ഇറങ്ങിപ്പോകും. അപ്പം ജസ്റ്റ് ആ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.